എല്ലാവർക്കും നമസ്കാരം. ട്രാവൽ ആൻഡ് ആർട്ടിൻ്റെ നാഗാലാൻഡ് സീരീസിൻ്റെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചത് നമ്മൾ കൊച്ചി എയർപോർട്ടിൽ നിന്ന് പറന്ന് ഹൈദരാബാദ് എത്തി, ഹൈദരാബാദിൽ നിന്ന് പറന്ന് ഗൗഹാട്ടി എത്തി, ഗൗഹാട്ടിയിൽ നിന്ന് നേരെ നാഗാലാൻഡ് ദിമാപൂർ നമ്മളെത്തി. അവിടെ നമ്മളെ പിക്ക് ചെയ്ത് രാധാകൃഷ്ണ സാറ് അവസാനം നമ്മൾ എത്തിയിരിക്കുന്നത് ഡി കോർട്ട്യാർഡ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ്. അവിടെ ചെക്ക് ഇൻ ചെയ്തു. സമയം ഇപ്പോൾ രാവിലെ 4:30. മുമ്പത്തെ എപ്പിസോഡ് കാണാത്തവർ ആ എപ്പിസോഡ് കണ്ടിട്ട് ഈ എപ്പിസോഡ് കാണുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ എല്ലാവർക്കും ട്രാവൽ ആൻഡ് ആർട്ടിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞാണ് 4:30 ആയപ്പോഴത്തേക്കും ആകാശമെല്ലാം നല്ല പരപരാ വെളുത്തു. ഈ നോർത്ത് ഈസ്റ്റ് ഭാഗത്തെല്ലാം ഇങ്ങനെയാണ്, രാവിലെ 4:30 ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് നേരം വെളുക്കും. അത് ഈ ഒരു ടൈമിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഉറങ്ങലൊന്നും നടക്കില്ല. നേരെ പോയി കുളിച്ച് നമ്മൾ ഫ്രഷായിട്ട് നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അതിനു മുമ്പ് നമുക്ക് കേരള സമാജം ഒന്ന് കാണണം. അപ്പോൾ നമ്മളതിന് പോകുന്നത് ഇന്ന് അജിത് സാറിൻ്റെ കാറിലാണ്. ഇവിടെ എല്ലാവർക്കും ഒരുപാട് കാറുകളുണ്ട്, ഓരോ ട്രിപ്പും ഓരോരുത്തരുടെ കാറിലാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അജിത് സാറിൻ്റെ കാറിലാണ് പോകുന്നത്. കണ്ടപ്പോൾ ഇവിടുത്തെ പെട്രോളിൻ്റെ വിലയാണ് ഈ കാണുന്നത്. പെട്രോളിന് 96 രൂപ 56 പൈസയും ഡീസലിന് 88 രൂപ ആണ് ഇവിടുത്തെ പ്രൈസ്. ജിയോൻ്റെ പമ്പാണിത്. നാഗാലാൻഡ് സ്റ്റേറ്റിലെ പ്രൈസാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കേരള സമാജത്തിൻ്റെ നോട്ടീസ്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം നമ്മുടെ വകയാണ്. ഞാനാണ് ശീതങ്കത്തുള്ള ചെയ്യുന്നത്. കലാമണ്ഡലം പ്രഭാകരൻ മാഷിൻ്റെ ടീമാണ്. മാഷാണ് പാടുന്നത്. രഞ്ജിത്ത് ചേട്ടനാണ് ഓട്ടംതുള്ളൽ ചെയ്യുന്നത്. പ്രവീൺ ചേട്ടനാണ് മൃദംഗം വായിക്കുന്നത്. അപ്പോൾ ഇതാണ് കേരള സമാജത്തിൻ്റെ ദിമാപൂരിലെ ബിൽഡിങ്. ഈ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യയിൽ കേരള സമാജത്തിന് സ്വന്തമായിട്ട് ബിൽഡിങ്ങുള്ള ഒരേ ഒരു സ്ഥലം ദിമാപൂരാണ്. ഞാനിവിടെ വന്നപ്പോൾ തന്നെ പെട്ടെന്ന് ഞെട്ടിപ്പോയിട്ടോ. എൻ്റെ ഒരു ഫോട്ടോ ആണ് ഇവിടെ സ്വാഗതം എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത്. 10 വർഷം മുമ്പ് അടിച്ചൊരു ഫോട്ടോ ആണെന്നവർ പറഞ്ഞ്. ഞാനിവർ തമ്മിൽ യാതൊരു പരിചയമില്ലായിരുന്നു ആ സമയത്തൊന്നും. എന്തോ കോയിൻസിഡൻസ്, ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എൻ്റെ ഒരു ഫോട്ടോ വേറൊരു നാട്ടിൽ ഇതുപോലെ സ്വാഗതം എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇത് നാഗാലാൻഡിലെ ദിമാപൂരിലെ കേരള സമാജത്തിൻ്റെ മറ്റൊരു മെമ്പറായ വേറൊരു സാറിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഞാൻ ഇതിലിരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യാം. ഈ ബുള്ളറ്റ് കണ്ടപ്പോൾ എനിക്ക് നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി സിനിമയാണ് ഓർമ്മ വന്നത്. ആ സിനിമയിൽ നാഗാലാൻഡിലാണല്ലോ ആ സിനിമ മൊത്തം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കൊഹിമയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കൊഹിമയിലൊന്നും പോകാനൊരു അവസരം ഇപ്രാവശ്യം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാര്യം അവിടെ നല്ല രീതിയിൽ ലാൻഡ് സ്ലൈഡ് ഇപ്പോൾ കറൻ്റ് ഈ സിറ്റുവേഷനിലുണ്ട്. പോയാലപ്പോൾ തിരിച്ചു വരാൻ പറ്റുന്നൊക്കെ ഉള്ള പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നില്ല. ഇപ്പോൾ ഞാനെത്തിയിരിക്കുന്നത് നമ്മുടെ ടൗൺ ഹാളിലാണ്. ഇവിടെയാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം ആയിട്ട് നമ്മൾ അടുത്തൊരു സാറിൻ്റെ സ്വിഫ്റ്റ് കാറിലാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ സാറന്മാരുടെ കാറിലാണ് നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഓഡിറ്റോറിയം. അത്യാവശ്യം വലിയ ഓഡിറ്റോറിയമാണ്. നാഗാലാൻഡ് ടൗൺ ഹാളാണ്. ഈ അടുത്തിടയ്ക്കാണിത് നവീകരിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ കോസ്റ്റ്യൂംസ്. അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡിയാക്കി വെക്കുന്നുള്ളൂ. ഇതാണ് എൻ്റെ ഗ്രീൻ റൂം എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി AC ആണ്. നല്ല സൗകര്യമുള്ള ഒരു ഓഡിറ്റോറിയം ഉണ്ടോ ഇത്. നാഗാലാൻഡിലെ തന്നെ, ദിമാപൂരിലെ തന്നെ അത്യാവശ്യം ഏറ്റവും വലിയ ഒരു ഓഡിറ്റോറിയം തന്നെയാണിത്. അപ്പോൾ നമ്മുടെ കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് മേക്കപ്പ് തുടങ്ങി. അപ്പോൾ എൻ്റെ പ്രോഗ്രാം ഞാൻ ഇവിടെ കാണിക്കുന്നില്ല കേട്ടോ. കാര്യം പ്രോഗ്രാം നമ്മൾ ഒരുപാട് ഇതിനു മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ടൈം ലാഗ് ചെയ്യണ്ട എന്ന് വെച്ചിട്ടാണ് കാണിക്കാത്തത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മേക്കപ്പ് സാധനങ്ങളെല്ലാം. ഞാനിവിടെ ചെയ്യുന്ന കലാരൂപം എന്ന് പറയുന്നത് ശീതങ്കത്തുള്ളലാണ് കേട്ടോ. ശീതങ്കത്തുള്ളൽ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഒരു ട്രഡീഷണൽ ആർട്ട് ഫോമാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഓട്ടംതുള്ളൽ ചെയ്യുന്നത് ഞാനല്ല, ഇന്ന് രഞ്ജിത്ത് ചേട്ടനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞു. അപ്പോൾ അടുത്തത് എൻ്റെ പ്രോഗ്രാമാണ്. അപ്പോൾ ശരി, സ്റ്റേജിൽ കയറട്ടെ. ബാക്കി നമുക്ക് പ്രോഗ്രാം കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വൈകിട്ടൊരു 6 മണിയോളം ആയിട്ടോ. അപ്പോൾ 6 മണിയായപ്പോഴത്തേക്ക് ഇവിടെ ഇരുട്ടായി. ഇവിടെ ഏകദേശം 4-4:30 ആകുമ്പോഴത്തേക്ക് തന്നെ ഇരുട്ടായി തുടങ്ങും. അപ്പോൾ അതിന് ഫുഡ് കഴിക്കുന്നത് റാണിയക്കയുടെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ റാണിയക്കയാണ് സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് ഫുഡ് വരുന്നത്. പ്യുവർ വെജിറ്റേറിയൻ ആണ്. അവർ ബ്രാഹ്മിൻസാണ്, തമിഴ് ബ്രാഹ്മിൻസാണ്. അപ്പോൾ നവരാത്രി ആഘോഷങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അവരുടെ വീടെന്ന് പറയുന്നത് മധുരയിലാണ്. അപ്പോൾ ഇനി മധുരയിൽ ചെല്ലുമ്പോൾ അവിടെ വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 നേരം ഇവിടുന്ന് തന്നെയാണ് ഭക്ഷണം. അപ്പോൾ നവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ചിപ്പോൾ റൂമിലെത്തി. അപ്പോൾ കിടന്നുറങ്ങട്ടെ. ബാക്കി നാളെ രാവിലെ കാണാം. സമയം ഇപ്പോൾ രാവിലെ 5:30. നേരം പരപര വെളുത്തു. 4:30 തന്നെ പരപര വെളുത്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ വാക്കിങ്ങിന് ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ ഞാനും ഇന്നൊന്ന് നടക്കാൻ ഇറങ്ങുവാണ്. നടക്കാൻ ഇറങ്ങുമ്പോഴാണല്ലോ നമുക്ക് നല്ല വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ കാണുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഇന്നലെ താമസിച്ച ഹോട്ടൽ. അപ്പോൾ കിച്ചൺ ക്യൂൻ
തായ് സ്പാ എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മളില്ല കേട്ടോ, ഞാൻ ഒറ്റയ്ക്കാണ്, ബാക്കി അവരെ കിടന്നുറങ്ങുവാണ്. അപ്പോൾ ഞാൻ പയ്യെ നടന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് സിറ്റി ടവർ എന്ന് പറയുന്നത്. നാഗാലാൻഡിലെ ദിമാപൂരിൻ്റെ ഒരു പ്രതീകമാണ് ഈ സിറ്റി ടവർ എന്ന് പറയുന്നത്. ദിമാപൂരിനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നാഗാലാൻഡ് സംസ്ഥാനത്തിലെ ഒരു ജില്ലയും അതിൻ്റെ ആസ്ഥാന പട്ടണവുമാണ് നമ്മുടെ ദിമാപൂർ. സംസ്ഥാനത്തിൻ്റെ തെക്ക് പടിഞ്ഞാറേ അറ്റത്തായി വ്യാപിച്ചു കിടക്കുന്ന ദിമാപൂർ ജില്ലയ്ക്ക് 972 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. ജനസംഖ്യ 3,08,382 പേരാണ്. ജനസാന്ദ്രത എന്ന് പറയുന്നത് 331 ചതുരശ്ര കിലോമീറ്ററാണ്. അതിരുകൾ വടക്കും പടിഞ്ഞാറും ആസാം സംസ്ഥാനമാണുള്ളത്. കിഴക്കും തെക്കും കൊഹിമ ജില്ലയാണുള്ളത്. കൊഹിമ ജില്ല എന്ന് പറയുന്നത് നമ്മൾ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി സിനിമയിൽ കണ്ട ആ ഒരു സ്ഥലമാണ്. മുമ്പ് കൊഹിമ ജില്ലയുടെ ഭാഗമായിരുന്നു ദിമാപൂർ പ്രദേശം. 1997 പുതിയ ജില്ലയായിട്ടിത് രൂപം കൊണ്ടത്. ഈ കാണുന്നൊരു കോളനിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറേ കോളനികൾ ഇവിടെ ഉണ്ട്. ഇതിനേക്ക് സ്പെല്ലിങ് വായിക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് നാഗാലാൻഡിൻ്റെ ഒരു മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ രാവിലെ ടൈമാണ്. മാർക്കറ്റ് നല്ല സജീവമാണ്, നിറയെ ആൾക്കാരുണ്ട്. നമുക്ക് നടക്കാൻ കൂടി പറ്റുന്നില്ല കേട്ടോ, നല്ല റഷാണ്. എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മേല് മുട്ടിയാണ് പോകുന്നത് എല്ലാവരും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ സംഭവം. ഫുള്ള് ഹോണടിയും ബഹളമയമാണ് മൊത്തം. നാഗാലാൻഡിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് അറിഞ്ഞാൽ മതി കേട്ടോ, ഹിന്ദിയൊന്നും അറിയണമെന്നില്ല, ഇംഗ്ലീഷ് അറിഞ്ഞാലും മതി. ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് തന്നെ അറിയാം. പിന്നെ കൃഷിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭൂപ്രകൃതിക്കനുസൃതമായി തട്ടുകൃഷിയും മാറ്റക്കൃഷിയുമാണ് ഇവിടെ പ്രചാരത്തിലുള്ളത്. നെല്ലാണ് മുഖ്യവിള. ചേന, ചോളം, ഉരുളക്കിഴങ്ങ്, കരിമ്പ് തുടങ്ങിയവയും പഴം, പച്ചക്കറി എന്നിവയും ദിമാപൂർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കന്നുകാലി വളർത്തലാണ് ജനങ്ങളുടെ മറ്റൊരു ഉപജീവന മാർഗം. വ്യവസായത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തുന്നൽ, ചായം മുക്കൽ, ചൂരൽ വ്യവസായം, ലോഹപ്പണി, കളിമൺ വ്യവസായം തുടങ്ങിയവ ദിമാപൂർ ജില്ലയിലെ പ്രധാന പരമ്പരാഗത കുടിൽ വ്യവസായങ്ങളാണ്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഷാളുകൾ, ബാഗുകൾ, ചൂരൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ വൻ വിപണന സാധ്യതയുള്ളവയാണ്. 1988 പ്രവർത്തനം ആരംഭിച്ച യന്ത്രവൽകൃത ഇഷ്ടിക പ്ലാന്റിന് പുറമെ പഞ്ചസാര മില്ല്, TV അസംബ്ലി യൂണിറ്റ്, ഡിസ്റ്റിലറി യൂണിറ്റ് തുടങ്ങിയവയും ദിമാപൂരിൽ പ്രവർത്തിക്കുന്നു. പിന്നെ ഗതാഗതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ റോഡ്, റെയിൽ, വ്യോമ ഗതാഗത സൗകര്യങ്ങൾ ദിമാപൂർ ജില്ലയിൽ ലഭ്യമാണ്. ദേശീയപാത 39 ഈ ജില്ലയിലൂടെയാണ് കടന്നു പോകുന്നത്. ദിമാപൂർ പട്ടണത്തെ കൊൽക്കത്ത, ഗുവാഹട്ടി നഗരങ്ങളുമായി വ്യോമമാർഗം ബന്ധിപ്പിക്കുന്നുണ്ട്. പക്ഷേ വ്യോമമാർഗം എന്ന് പറയുന്നത് നല്ല അത്യാവശ്യം കത്തിയാണ്, നല്ല ചാർജുമാണ്. അങ്ങനെ നടന്ന് ഞാൻ അവസാനം ദിമാപൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇപ്പോൾ ഇവിടെ ഒരേ ഒരു മേൽപ്പാലമേ ഉള്ളൂ. ഈ മേൽപ്പാലം ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടേണ്ട ഒരു അവസ്ഥയായിരിക്കും. ഇതധികം നടന്നും ആയിട്ടില്ല, പണി കഴിഞ്ഞിട്ട് എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ഇതാണ് ദിമാപൂർ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ഈ മുമ്പിൽ കാണുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ദിമാപൂർ ബസ് സ്റ്റാൻഡ് കാണാം. ഇതാണ് കേട്ടോ നാഗാലാൻഡ് ട്രാൻസ്പോർട്ട് സർവീസ്, അതായത് നാഗാലാൻഡ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ്, നമ്മുടെ KSRTC പോലെ തന്നെ. ഇന്നലെ ഞായറാഴ്ച ആയിരുന്നു. ഞായറാഴ്ച ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ ഗേറ്റ് തന്നെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞായറാഴ്ച വണ്ടികളൊന്നും ഓടില്ല, ഗേറ്റ് പൂട്ടിയിടുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഞായറാഴ്ചയൊക്കെ നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡൊക്കെ പൂട്ടിയിടുന്നത്? അപ്പോൾ ഇവിടെ സമയം ഇപ്പോഴത്തെ 6:30-7 മണിയായി. ബസ്സുകളൊന്നും ഇതുവരെ ഓട്ടം തുടങ്ങിയിട്ടൊന്നുമില്ല. എന്താണെന്നറിയില്ല, ഇവിടെ പ്രത്യേകിച്ച് ഇതൊക്കെ ഓടുവോ പോകാനുള്ളതാണോ എന്നൊന്നും എനിക്കറിയില്ല. ബസ് സ്റ്റാൻഡിലൊന്നും അങ്ങനെ ആരെയും കാണാനൊന്നുമില്ല. അതേ ഡീലക്സ് കോച്ചൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് നടന്ന് കറങ്ങി കാണുമായിരുന്നു. ഗവൺമെൻറ് ഓഫ് നാഗാലാൻഡ് എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതാണ്ടോ ഇവിടുത്തെ റൂട്ട് മാപ്പ്. അപ്പോൾ മണിപ്പൂർ, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ബസ് ടൈമിങ്സ് ആണ്. പക്ഷേ ഒരു രസം എന്ന് വെച്ചാൽ ഇവിടെ ഒന്നും ആരും ഇല്ലല്ലോ. കൊഹിമയ്ക്ക് ഇവിടെ നിന്ന് 120 രൂപ സംതിങ് എന്തോ ഉള്ളൂ, 140 രൂപ. ഈ ബസ് സ്റ്റാൻഡ് കാലിയാണ് കേട്ടോ. ഇവിടെ ആകെ 1-2 പേരേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കുറച്ച് നേരം ഇവിടെയൊക്കെ നിന്ന് കറങ്ങി. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അങ്ങനെ ഞാൻ തിരിച്ച് നടക്കും കേട്ടോ. അപ്പോൾ മേൽപ്പാലത്തിൻ്റെ മുകളിൽ കൂടി നടക്കാമെന്ന് വിചാരിച്ചു. വന്നപ്പോൾ താഴത്ത് കൂടിയൊക്കെയാണ് വന്നത്. അത് ഒട്ടും വൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ കാര്യങ്ങളെല്ലാം കാണാം ഇവിടെ നിന്ന്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ക്ലോക്ക് ടവറാണ് കേട്ടോ. ക്ലോക്ക് ടവർ എന്ന് പറയുന്നത് നാഗാലാൻഡിൻ്റെ പ്രതീകമായ വാരിക്കുന്തം കാര്യങ്ങളൊക്കെ ഇതിനകത്തൊരു സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയാണ് കേട്ടോ. അവരുടെ ആ ഒരു ട്രഡീഷണൽ വാരിക്കുന്തത്തിൻ്റെയൊക്കെ ഒരു രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി വാക്കിംഗ് ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്ക് കയറിയേക്കാണ്. അപ്പോൾ അവിടെയെല്ലാം ഈ നാഗന്മാരുടെ സിമ്പിളെല്ലാം കൊത്തി വെച്ചിട്ടുണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ മുകളിലൊക്കെ കയറി റോഡ് ക്രോസ് ചെയ്യുന്നത്. ബാക്കി എല്ലാ ആൾക്കാരും റോഡിലൂടെ തെലങ്ങനെയും ഓടി നടന്ന് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രമേ ഇതിൻ്റെ മുകളിലുള്ളൂ. ഞാൻ കയറിയതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് ടൗണൊക്കെ ഒന്ന് വിശദമായിട്ട് കാണാമല്ലോ. ഇതിൻ്റെ മുകളിൽ നിന്നാണെങ്കിൽ ഒരു ഏരിയൽ വ്യൂവും കിട്ടും.
സത്യം പറഞ്ഞാൽ നാഗാലാൻഡിൽ വരുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹം കൊഹിമയിലും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യണമെന്നായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് കൊഹിമയ്ക്ക് പോകാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ കൊഹിമയിൽ ലാൻഡ് സ്ലൈഡാണ്. ഇപ്പം നമ്മൾ എങ്ങനെയെങ്കിലും എത്തിപ്പെട്ടാൽ പോലും തിരിച്ചു വരാൻ നമുക്ക് ബ്ലോക്കായി കഴിഞ്ഞാൽ 3-4 ദിവസമൊക്കെ നമ്മളോട് കിടക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ നമ്മുടെ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ മിസ്സാവും. അപ്പോൾ നമുക്ക് തിരിച്ച് എത്താനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കൊഹിമ പ്ലാൻ ഇപ്രാവശ്യം ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ദിമാപൂർ മാത്രമാണ് നാഗാലാൻഡിൽ നമ്മൾ കറങ്ങുന്നുള്ളൂ. ഇനിയും നമ്മൾ വരുമല്ലോ, അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ കാണാം. പിന്നീട് ഇതൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ രാവിലെ ഇത്ര സമയമായിട്ട് നടക്കാൻ ഇറങ്ങിയിട്ടും ഒരു നായ്ക്കളെ പോലും ഞാൻ കണ്ടില്ല. അതിനർത്ഥം ഇവിടെ പട്ടികളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണ് പട്ടികളില്ലാത്തത് എന്ന് ഞാൻ പറയുന്നില്ല. അത് പറഞ്ഞ് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. അങ്ങനെ പറഞ്ഞാണ് പല വീഡിയോകളും അങ്ങനെ പറഞ്ഞാണ് ഇവർക്കിപ്പോൾ യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാരെ കാണുന്നത് തന്നെ വെറുപ്പാണ്. സംഭവം നിങ്ങൾക്കറിയാലോ എന്താന്ന്, അത് ഞാനായിട്ട് പറയുന്നില്ല. അപ്പോൾ ഇതാണ് വാക്കിംഗ് ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച. അങ്ങനെ നമ്മൾ അവസാനം കറങ്ങി ലാസ്റ്റ് നാഗാലാൻഡിൻ്റെ പ്രതീകമായ സിറ്റി ടവറിൻ്റെ മുമ്പിലെത്തി. ഈ സിറ്റി ടവർ കാണുമ്പോൾ നമുക്ക് പാരീസിലെ ഈഫൽ ടവറിനെയൊക്കെ ഓർമ്മ വരാം. പക്ഷേ അതുപോലെയൊന്നുമല്ല, വളരെ വളരെ ചെറിയ ടവറാണ്. അതായിട്ടൊന്നും കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ എന്നാലും രസമാണ് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ഹോട്ടലിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോഴത്തേക്കും ഒരു ആളെ ഞാൻ കണ്ടിട്ടോ. നല്ല ഭംഗിയുള്ളൊരു പട്ടി. സാധാരണ ഇവിടെ പട്ടികളെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അപൂർവേ കാണാറുള്ളൂ. പട്ടികളിങ്ങനെ കറങ്ങി കിടന്നു കഴിഞ്ഞാൽ ഞാൻ പറയാനില്ല. പുള്ളി ആൾ എന്നെ കണ്ട ആകെ പീഡിച്ച് ഒളിച്ച് നിൽക്കും കേട്ടോ. എടാ നീ ഇങ്ങനെ കറങ്ങി നടക്കാണ്ട് വീട്ടിൽ പോടാ, ഇവിടെ നിന്നാൽ നിനക്ക് ആകെ പണി കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ ഹോട്ടലിലെത്തിയിട്ട് കുളിച്ച് റെഡിയായി. അപ്പോൾ നേരെ നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഈ ഹോട്ടലിൽ നിന്നല്ല കേട്ടോ ഫുഡ് കഴിക്കുന്നത് നമ്മൾ റാണിയക്കയുടെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ റാണിയക്കയുടെ ഫ്ലാറ്റിൽ നിന്നാണ്. ഫ്ലാറ്റിലെത്തി. പഴയ ഫ്ലാറ്റാണ്. ഇവർ തമിഴ് ബ്രാഹ്മിൻസ് ആയതുകൊണ്ട് ഫ്രണ്ടിൽ കോലമൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ റാണിയക്കയുടെ വീട്. റാണിയക്ക ഭയങ്കര സ്നേഹമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഭക്ഷണത്തിനൊക്കെ ഭയങ്കര ടേസ്റ്റുമാണ്. നമ്മളോട് ഭയങ്കര ഹോസ്പിറ്റാലിറ്റിയാണ്. എന്താ പറയുക, ഭയങ്കര ഒരു സ്നേഹമാണ് നമ്മളോട്. അപ്പോൾ അവിടെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. എല്ലാ പ്രാവശ്യം ഭക്ഷണത്തിൻ്റെ വീഡിയോ കാണിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ്. നല്ല ടേസ്റ്റി ഫുഡാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ അവിടെ നിന്ന് അജിത് സാറെത്തി രാവിലെ തന്നെ. അപ്പോൾ നമ്മളിന്ന് ദിമാപൂരൊന്ന് കറങ്ങാൻ പോവാണ്. അപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങൾ പോകണം എന്ന് ഞങ്ങൾ കാറിലിരുന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ സെറ്റിൽമെൻറ്റ് ഓഫ് നോർത്ത് ഈസ്റ്റ്. ആസാം റൈഫിൾസിൻ്റെ ക്യാമ്പാണ്. അപ്പോൾ അവരുടെ ലോറികളുടെ മിലിറ്ററി വെഹിക്കിൾസിൻ്റെ കോൺവേ ആണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ 2 ലോറികളുടെ ഇടയ്ക്കായി ഇപ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് നാഗാലാൻഡിലെ പ്രസിദ്ധമായ കച്ചാരി റൂയിൻസ്, അതായത് കച്ചാരി അവശിഷ്ടങ്ങൾ. അപ്പോൾ അത് തേടിയുള്ള യാത്രയിലാണ്. അപ്പോൾ അതിനിടയ്ക്ക് ചെറിയൊരു പണി കിട്ടി. സീറ്റ് ബെൽറ്റ് ഇല്ലാത്തതിന് ചെറിയൊരു ഫൈൻ നാഗാലാൻഡ് ഗവൺമെൻറ്റിൻ്റെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് മുമ്പ് എനിക്ക് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഫൈൻ്റെ മെസ്സേജ് വന്നേ ഉള്ളൂ. ഏതായാലും നല്ല സുഖമാണ്. അങ്ങനെ നമ്മൾ കച്ചാരി റൂയിൻസിൻ്റെ മുമ്പിലെത്തിയിട്ടോ. ഇത് വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു കവാടമാണ്. ഹിസ്റ്ററിയിൽ വളരെ പ്രാധാന്യമുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്നു പോവാണ്. അത്യാവശ്യം നല്ല വെയിലുണ്ട്, നല്ല ചൂടാണ്. നമ്മുടെ മിലിറ്ററിയുടെ കോൺവേ പോകുന്ന കാണാം. ആയുധങ്ങളൊക്കെ ആയിട്ട് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലൂടെ വേണം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ. അപ്പോൾ നമുക്ക് കച്ചാരി റൂയിൻസിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി പ്രത്യേകിച്ച് ടിക്കറ്റൊന്നും എടുക്കണ്ട, തികച്ച സൗജന്യമാണ്. നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ അവരുടെ ഡയറിയിൽ ജസ്റ്റ് എഴുതിയിട്ടാൽ മതി. അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ചരിത്രം കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കേണ്ടവർക്ക് പോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വായിക്കാം. അതുപോലെ തന്നെ ആൽക്കഹോളും കാര്യങ്ങളൊന്നും ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, അതെല്ലാം പ്രൊഹിബിറ്റഡ് ആണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കച്ചാരി റൂയിൻസ്. എൻ്റെ ചരിത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇന്ത്യയിലെ നാഗാലാൻഡിലെ തിരക്കേറിയ ദിമാപൂർ പട്ടണത്തിലാണ് കച്ചാരി അവശിഷ്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. പഴയ കാലഘട്ടത്തിൻ്റെ കഥകൾ മന്ത്രിക്കുന്ന നിശബ്ദ കാവൽക്കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവരെ പറയാം. 10ാം നൂറ്റാണ്ടിലേതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ നിഗൂഢ അവശിഷ്ടങ്ങൾ ഒരു കാലത്ത് അഭിവൃദ്ധി പ്രാപിച്ചിരുന്ന കച്ചാരി നാഗരികതയുടെ തെളിവായി നിലകൊള്ളുന്നു. കച്ചാരി അവശിഷ്ടങ്ങൾ അഥവാ കച്ചാരി രാജ്ഭാരി അവശിഷ്ടങ്ങൾ എന്നറിയപ്പെടുന്ന ഈ അവശിഷ്ടങ്ങൾ കൂണുപോലുള്ള താഴിൽക്കുടങ്ങളുള്ള സവിശേഷമായ തൂണുകളുടെ ഒരു ശേഖരമാണ്. അവയുടെ കൃത്യമായ ലക്ഷ്യവും ഉത്ഭവവും നിഗൂഢതയിൽ മറഞ്ഞിരിക്കുമ്പോൾ തന്നെ ചരിത്രകാരന്മാരും
പുരാവസ്തു ഗവേഷകരെയും ജിജ്ഞാസുക്കളായ സഞ്ചാരികളെയും ഇത് ഒരുപോലെ തന്നെ ആകർഷിക്കുന്നു. ചിലരെല്ലാം പറയുന്നത് പണ്ട് ഭീമൻ കളിച്ചിരുന്ന ചെസ്സ് ആണ് എന്നാണ് പറയുന്നത്. എല്ലാവരും ഒരു കെട്ടുകഥകളാവാം. ഈ യാത്രയിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ. ഇത് കാണാൻ വേണ്ടി ഇപ്പോൾ എൻ്റെ ഒപ്പം മാഷുണ്ട്, കലാമണ്ഡലം പ്രഭാരം മാഷുണ്ട്, അതായത് എൻ്റെ മാഷാണ്. പിന്നെ പ്രവീൺ ചേട്ടനുണ്ട് മൃദംഗം വായിക്കുന്നത്, അതുപോലെ തന്നെ രഞ്ജിത്ത് ചേട്ടനുണ്ട്, അജിത് സാറുണ്ട്. ഞങ്ങൾ 5 പേരും കൂടിയാണ് ഇങ്ങോട്ട് പുറപ്പെട്ടത്. ഇനിയിപ്പോൾ ചരിത്രത്തിലേക്ക് വന്ന 10ാം നൂറ്റാണ്ട് മുതൽ 13ാം നൂറ്റാണ്ട് വരെ ഈ പ്രദേശത്ത് കചാരി രാജ്യം പരമോന്നതമായി ഭരിച്ചിരുന്നു. ഇന്നത്തെ ആസാം, നാഗാലാൻഡ്, മണിപ്പൂർ, ത്രിപുര എന്നിവയുടെ ചില ഭാഗങ്ങൾ അവരുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. യുദ്ധം, ഭരണം, സാംസ്കാരിക പ്രവർത്തനങ്ങൾ എന്നിവയിലെ അവരുടെ വൈദഗ്ധ്യത്തിന് കചാരികൾ പേരുകേട്ടവരായിരുന്നു. സങ്കീർണമായ ഭരണ സംവിധാനവും സമ്പന്നമായ പാരമ്പര്യമുള്ള ഒരു വികസിത സമൂഹമായിരുന്നു കചാരികൾ എന്ന് തെളിവുകൾ സൂചിപ്പിക്കുന്നു. ദിമാപൂരിലെ കചാരി അവശിഷ്ടങ്ങൾ ഒരു വലിയ കൊട്ടാര സമുച്ചയത്തിൻ്റേതോ ഒരു പ്രധാന ഭരണ കേന്ദ്രത്തിൻ്റേതോ ആണെന്നാണ് വിശ്വസിച്ചു പോരുന്നത്. പ്രാദേശികമായി ലഭിക്കുന്ന കല്ലുകൾ ഉപയോഗിച്ച് കചാരി രാജാക്കന്മാർ വിപുലമായ ഘടനകൾ നിർമ്മിച്ചിരുന്നുവെന്ന് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. ധൻസിരി നദിയുടെ തീരത്തുള്ള ദിമാപൂരിനെ തന്ത്രപ്രധാനമായ സ്ഥാനം കചാരി രാജ്യത്തിൻ്റെ വ്യാപാരത്തിൻ്റെയും രാഷ്ട്രീയ ശക്തിയുടെയും നിർണായക കേന്ദ്രമായി മാറ്റിയിരിക്കാം. 13ാം നൂറ്റാണ്ടിലെ അഹോം അധിനിവേശം ഈ പ്രദേശത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു വഴിത്തിരിവായി. കചാരികൾ ഒടുവിൽ കീഴടക്കപ്പെട്ടു. അവരുടെ രാജ്യം ശിഥിലമായി. ഒരു കാലത്ത് ഗംഭീരമായിരുന്ന കൊട്ടാര സമുച്ചയം ജീർണാവസ്ഥയിലുമായി. കാലത്തിൻ്റെ നിരന്തരമായ കടന്നുകയറ്റം ഇതിനെ ഇന്ന് നാം കാണുന്ന അവശിഷ്ടങ്ങളായി മാറ്റി. ഞങ്ങളങ്ങനെ എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുക്കും കേട്ടോ. അപ്പോൾ നാഗാലാൻഡിലെ എഒ ട്രൈബ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എഒ ട്രൈബ്സിൻ്റെ ഒരു ഷോളാണ്. ആ ഷോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ലഭിച്ച ആദരവായിരുന്നു. ആ ഷോൾ ഇട്ടിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടി ഫോട്ടോ എടുക്കുന്നത്. നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ലഭിച്ച ആദരവായിരുന്നു അതെല്ലാം. അപ്പോൾ ഇതിൻ്റെ ഷോള് കിട്ടുന്ന ഞങ്ങൾ ഈ ഫോട്ടോസ് എല്ലാം ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ ചെന്നിട്ട് വേണം പോസ്റ്റ് ചെയ്യാൻ. കചാരി അവശിഷ്ടങ്ങളുടെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത കൂണുകളോട് സാമ്യമുള്ള വലിയ അർദ്ധഗോളാകൃതിയിലുള്ള തൊപ്പികളുള്ള ഉയരമുള്ളതുമായ തൂണുകളുടെ ശേഖരമാണ്. വിവിധതരം മൺകല്ലുകൾ കൊണ്ട് കൊത്തിയെടുത്ത ഈ ഏകശിലകൾ ഇന്നും ഉയർന്നു നിൽക്കുന്നു. തൂണുകളുടെ വലിപ്പം വ്യത്യസ്തമാണ്. ഏറ്റവും ഉയരമുള്ളത് ഏകദേശം 15 അടി ഉയരത്തിലുള്ള തൂണുകളാണ്. ചില തൂണുകൾ സങ്കീർണമായ കൊത്തുപണികളാൽ അലങ്കരിച്ചിരിക്കുന്നു. എന്നിരുന്നാലും അവയുടെ അർത്ഥം ഇപ്പോഴും ചർച്ചാ വിഷയമാണ്. ഈ തൂണുകളുടെ ഉദ്ദേശത്തെക്കുറിച്ച് നിരവധി സിദ്ധാന്തങ്ങളുണ്ട്. ചിലർ വിശ്വസിക്കുന്നത് അവ കൊട്ടാര കെട്ടിടങ്ങളുടെ ഘടനാപരമായ താങ്ങായി വർത്തിക്കുന്നു എന്നാണ്. മറ്റു ചിലർ അവയ്ക്ക് മതപരമായ പ്രാധാന്യമുണ്ടെന്ന് വാദിക്കുന്നു. ഒരുപക്ഷെ പുണ്യസ്ഥലങ്ങളെ അടയാളപ്പെടുത്തുകയോ ദേവതകളെ പ്രതിനിധീകരിക്കുകയോ ചെയ്യാം. രസകരമായ ഒരു സിദ്ധാന്തം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവ ചെസ്സ് പോലുള്ള ഒരു കളിയിൽ ഉപയോഗിച്ചിരുന്നു എന്നാണ്. ഭീമൻ്റെ ചെസ്സ്, ഭീമൻ ഇവിടെ ചെസ്സ് കളിച്ചിരുന്നു ഇത് വെച്ച് എന്നാണ് ചിലർ ഇതിനെക്കുറിച്ച് പറയുന്നത്. നാഗാലാൻഡിൻ്റെ പൈതൃകത്തിലെ ഈ സുപ്രധാന ഭാഗം സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. കചാരി അവശിഷ്ടങ്ങളെ ഒരു ചരിത്ര വിനോദസഞ്ചാര കേന്ദ്രമായി നാഗാലാൻഡ് ടൂറിസം വകുപ്പ് അംഗീകരിച്ചിട്ടുണ്ട്. കൂടാതെ പ്രവർത്തനക്ഷമതയും അവബോധവും മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇവിടുത്തെ മോണോലിത്തുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇത് വേറൊരു തരം കല്ലുകളാണ്, തൂണുകളല്ല, കല്ലുകൾ പോലുള്ള അവശിഷ്ടങ്ങളാണ്. എനിക്കറിയാം ഒരുപാട് സമയം നമ്മൾ ചരിത്രം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ബോറടിക്കും. ഇതെല്ലാം മോണോലിത്തുകളാണ്. അപ്പോൾ നല്ല വെയിലത്താണ് ഇതെല്ലാം ഇരിക്കുന്നത്. നല്ല പൊരി വെയിലാണ് ഇവിടെ. കാണാൻ വേണ്ടി ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഈ ഒരു പ്രദേശത്തേ ഇല്ല. അപ്പോൾ ഇതൊക്കെയാണോ സംഭവങ്ങൾ. അപ്പോൾ ഓടിച്ചൊന്ന് കണ്ടിട്ട് നമുക്ക് വരാം.
നമ്മൾ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ വളരെ വലിയൊരു തൂണ് കാണാം കേട്ടോ. അപ്പോൾ ഇത് കമ്പികളൊക്കെ ഇട്ട് ഇങ്ങനെ വളച്ച് വെച്ചിരിക്കുകയാണ് ആരും കയറാതിരിക്കാൻ വേണ്ടി. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ തൂണ് എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തെത്തി. അപ്പോൾ ഇവിടെ പഴയ പട്ടികകൾ വെച്ചുള്ള പഴയ പീടികകൾ നമുക്ക് കാണാം. നമ്മുടെ നാട്ടിലൊക്കെ ഒരു 10-20 വർഷം മുമ്പുണ്ടായിരുന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ കാറിലേക്ക് കയറട്ടെ. അപ്പോൾ ഞങ്ങൾ നേരെ, നല്ല ചൂടാണ് ഇവിടുന്ന്, അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കച്ചേരി റോയിൻസിൻ്റെ മെയിൻ എൻട്രൻസ് ഗേറ്റ്. അപ്പോൾ അജിത് സാറ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി കാർ റിവേഴ്സ് എടുത്ത് തരുവാണ്. അത് നമ്മൾ പെട്ടെന്ന് പാസ് ചെയ്ത് പോയതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങളിനി കാറ് മുന്നോട്ട് എടുക്കുവാണ്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഫൈനൽ ടച്ച് എന്ന നിലയ്ക്ക് ഇതും കൂടി ഷൂട്ട് ചെയ്തിട്ട് നമ്മളങ്ങനെ പോവുകയാണ്. അടുത്ത് നമ്മൾ സയൻസ് പാർക്കിലേക്കാണ് കേട്ടോ. ഇവിടുത്തെ സയൻസ് പാർക്കിലേക്കാണ് ഇനി പോകുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ നാഗാലാൻഡിലെ ദിമാപൂർ മാർക്കറ്റ്. ഇവിടെ പലതരത്തിലുള്ള മാർക്കറ്റ് ഉണ്ട്. വെനസ്ഡേ മാർക്കറ്റ് ഉണ്ട്, ഫ്രൈഡേ മാർക്കറ്റ് ഉണ്ട്, അങ്ങനെ എന്തൊക്കെയൊക്കെ മാർക്കറ്റുകളുണ്ട്. അപ്പോൾ ഈ മാർക്കറ്റിൽ ഇറച്ചി കച്ചവടങ്ങളാണ് മെയിനായിട്ട് നടക്കുന്നത്. അപ്പോൾ നമ്മൾ നിർത്തുന്നില്ല. നമ്മളിപ്പോൾ നേരെ സയൻസ് പാർക്കിലേക്കാണ് പോകുന്നത്. ഇന്ന് തിങ്കളാഴ്ചയാണ്, ഞായറാഴ്ച എല്ലാം അവധിയായിരുന്നു. അതുകൊണ്ടാണ് തിങ്കളാഴ്ച നമ്മളിങ്ങോട്ട് വന്നത്. നമ്മുടെ സയൻസ് പാർക്ക് ക്ലോസ്ഡ് ആണ് കേട്ടോ. ഇന്ന് തിങ്കളാഴ്ച ക്ലോസ്ഡ് ആണ്. ഞാൻ ഗൂഗിളിൽ നോക്കുമ്പോൾ ഞായറാഴ്ചയാണ് ക്ലോസ്ഡ് എന്ന് കാണിച്ചത്. അത് വെരി ചെയ്യാം, നമുക്കത് ഒന്നും പറയാനില്ല. അപ്പോൾ ഇത് എന്തായാലും മിസ്സായി. അപ്പോൾ നമ്മളിതിൻ്റെ മുമ്പിൽ നിന്ന് പോവുകയാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നതെന്ന് വെച്ചാൽ ഹോങ്കോങ് മാർക്കറ്റിലേക്കാണ് കേട്ടോ. ഹോങ്കോങ് മാർക്കറ്റ് എന്ന് പറയുന്നത് ദിമാപൂരിലെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് എല്ലാം വിൽക്കുന്ന ഒരു മാർക്കറ്റാണ് ഹോങ്കോങ് മാർക്കറ്റ്. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കൂടി നടക്കുവാണ് കേട്ടോ. എനിക്ക് ഈ സ്ഥലം കാണുമ്പോൾ ഓർമ്മ വരുന്ന എറണാകുളത്തെ ബ്രോഡ്വേ ആണ്. എനിക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നും തോന്നിയൊന്നുമില്ല കേട്ടോ. സാധനങ്ങളൊക്കെ നമ്മുടെ കൊച്ചിയിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് എല്ലാം. എന്തെങ്കിലും വെറൈറ്റി ഉള്ള സംഭവങ്ങൾ എന്തെങ്കിലും വാങ്ങാമെന്ന് വെച്ചിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് വെറൈറ്റി ഉള്ള സംഭവങ്ങളൊന്നും കിട്ടിയില്ല. കൂടെയുള്ളവരൊക്കെ വാങ്ങിയിരുന്നു. പക്ഷേ എനിക്കങ്ങനെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോയിട്ട് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. നമ്മളിവിടുന്ന് എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ അത് നാഗാലാൻഡിൻ്റേതായ ഒരു വ്യത്യസ്തത വേണ്ടേ. അങ്ങനെ ഞാൻ നോക്കി, സോനീർ ഷോപ്പുകളൊക്കെ നോക്കി, അതൊന്നുമില്ല അവിടെ. ഇതുപോലെ ബാഗുകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും വാങ്ങിയില്ല കാര്യമായിട്ട്. ഡ്രസ്സൊന്നും പിന്നെ അങ്ങനെ ലാഭമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ എറണാകുളം ബ്രോഡ്വേയിലേക്കാളും വില കൂടുതലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുമാത്രമല്ല, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ഷോപ്സിൽ നിന്നൊക്കെ വാങ്ങിക്കാം. ഇതിനും വില കുറച്ച് കിട്ടും. അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് വെറൈറ്റി ഒന്നുമില്ല. പിന്നെ മൊബൈൽ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് പ്രത്യേകിച്ച് മൊബൈൽ ഫോണുകളൊന്നും നമ്മളിങ്ങനെ ഷോപ്പുകളിൽ നിന്നും വാങ്ങിക്കാറില്ലല്ലോ. നമ്മൾ കൂടുതൽ ഓൺലൈനും അതുപോലെ ബ്രാൻഡഡ് ഷോപ്പുകളിൽ നിന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും പർച്ചേസ് ചെയ്യലൊന്നും നടക്കില്ല. ഈ ബാഗ് ഐറ്റംസ് ആണ് ഏറ്റവും നല്ലത്. അത് വേണമെങ്കിൽ വാങ്ങിക്കാം. എൻ്റെ അടുത്ത് ഓൾറെഡി ഒരുപാട് ബാഗുകൾ ഉള്ളതുകൊണ്ട് എനിക്ക് അതിനോടൊന്നും താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ബാഗ് ഐറ്റംസൊന്നും നോക്കിയില്ല. പിന്നെ വെറുതെ ഇങ്ങനെ നടന്ന് കാണാം, അത് തന്നെ ഒരു രസമാണല്ലോ. പക്ഷേ കുറേ നടന്നു കഴിയുമ്പോൾ നമ്മൾ ക്ഷീണിക്കും കേട്ടോ. ശരിക്കും ഞങ്ങളെല്ലാവരും നന്നായിട്ട് തന്നെ ക്ഷീണിച്ചിരുന്നു.
ഞങ്ങളങ്ങനെ അത്യാവശ്യം വൃത്തിയുള്ളൊരു നല്ലൊരു ഹോട്ടലിൽ കയറിയിട്ട് ഒരു ലസ്സി ഓർഡർ ചെയ്തിട്ടോ. ഭയങ്കര ദാഹമായിരുന്നു, നടന്ന് ശരിക്കും ടയർഡായി. അപ്പോൾ ലസ്സി എല്ലാം കുടിച്ചിട്ട് അടുത്ത പരിപാടി, അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോവാം. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? ഇത് പുഴുക്കളാണ് കേട്ടോ. ഇത് കഴിക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനെയൊക്കെ കൊണ്ടുപോയി വറുത്ത് കഴിക്കുമായിരിക്കും, അതാണ് സംഭവം. അപ്പോൾ ഇത് ഇങ്ങനെ കിലോ കണക്കിന് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർ വന്ന് വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് സംഭവം, നാഗാലാൻഡിൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ഡയറക്റ്റ് കാണുന്നത് ആദ്യമായിട്ടാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ എന്തോ പോലെയൊക്കെ തോന്നും. നമുക്കിതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇത് കഴിക്കുന്നവർക്ക് ഇത് ഇഷ്ടമായിരിക്കാം. സമയം ഇപ്പോൾ 5:45 രാത്രിയായി. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടിൽ 5:45 ഇവിടുത്തെ 5:45 കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ വൈകിട്ട് 5:45 എന്ന് പറഞ്ഞാൽ രാത്രിയാണ്. അങ്ങനെ ഞങ്ങൾ ഇന്ന് നാഗാലാൻഡ് സംസ്ഥാനത്തോട് വിട പറയുകയാണ്. നാഗാലാൻഡിൽ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ആസാമിലേക്ക്, അതായത് നാഗാലാൻഡിലെ ദിമാപൂരിൽ നിന്ന് ആസാമിലെ ഗുവാഹട്ടിയിലേക്ക്. ഫ്ലൈറ്റല്ല പോകുന്നത്. ഫ്ലൈറ്റ് പോകാൻ ഓപ്ഷൻസ് ഇല്ല. കാര്യം ഇവിടെ ആകെ ഒരു റൺവേ ഉള്ളൂ, ഭയങ്കര റേറ്റുമാണ്. അതുകൊണ്ട് ഗുവാഹട്ടി വരെ നമ്മൾ 2 ടയർ AC ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ട്രെയിനിലാണ് പോകുന്നത്. നമ്മളെ കൊണ്ടുവിടാൻ എല്ലാവരും എത്തിയിട്ടുണ്ട്. കേരള സമാജത്തിൻ്റെ അജിത് സാറും രാധാകൃഷ്ണ സാറും എല്ലാവരും എത്തിയിട്ടുണ്ട്. ഒരു 5-6 കാറുകൾ തന്നെ വന്നിട്ടുണ്ട് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ നേരെ നമ്മളെ ഇവർ ദിമാപൂർ റെയിൽവേ സ്റ്റേഷനിലാക്കും. അവിടെ നിന്ന് നമ്മൾ ഗുവാഹട്ടി പോകും. ഗുവാഹട്ടിയിലെത്തിയിട്ട് ആസാമിൻ്റെ കുറേ കാഴ്ചകൾ വരാനുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്ലൈറ്റിൽ ചെന്നൈക്ക് പോകും. ചെന്നൈയിൽ നിന്ന് കൊച്ചിക്ക് പോകും. അങ്ങനെയൊക്കെയാണ് പ്ലാൻ. അതൊക്കെ വരും ദിവസങ്ങളിൽ അടുത്ത എപ്പിസോഡുകളായിട്ട് പറയാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. ഇനിയുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് ട്രെയിൻ യാത്ര നല്ല കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഡിഫു പോലുള്ള ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി രാത്രിയാണ്, നമുക്കൊന്നും കാണാൻ പറ്റില്ല. അതുമാത്രമല്ല 2 ടയർ AC ആയതുകൊണ്ട് നമുക്ക് ഗ്ലാസ് തുറക്കാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പോൾ ഇനി ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ ആസാമിൻ്റെ കാഴ്ചകൾ കാണാം. അപ്പോൾ അതുവരേക്കും ട്രാവൽ ആൻഡ് ആർട്ട് സൈനിങ് ഓഫ്, അരുൺ.